ഹലോ ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ വാളംപുളി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ രസം തയ്യാറാക്കുന്നതിന് അളവിനനുസരിച്ച് അത്രയും വെള്ളം വേണം, അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് വേണം പുളി നമുക്ക് അതിനകത്ത് പിഴിഞ്ഞെടുക്കാൻ. ഇനി ഈ വെള്ളത്തിനകത്തോട്ട് 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലെ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഇനിയും കായം കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടക്കായമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ 2 കഷ്ണം കട്ടക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ കിടന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതിനകത്തോട്ട് കുറച്ച് ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണ് നല്ല ജീരകവും, ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും കൂടെ ചതച്ചതോടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് അനുവദിക്കണം. ഒരു 4 മിനിറ്റ്, അത്രയും അതിൽ കൂടുതലൊന്ന് ഇട്ട് തിളപ്പിക്കല്ലേ. ഒത്തിരി തിളപ്പിച്ചാൽ നമ്മുടെ ഈ രസത്തിൻ്റെ ഗുണമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഒന്ന് നന്നായിട്ട് തിളച്ച് പതഞ്ഞ് പൊങ്ങി വരും. ആ സമയം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് പത പോലെ വന്നേക്കുന്നുണ്ടോ? ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവയും കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വരും. അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പനിയൊക്കെയുള്ള സീസണിലൊക്കെ നമുക്ക് കഞ്ഞിക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. നമ്മളിട്ട് കൊടുത്തിരുന്ന കടുകും ഉലുവയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര കറിവേപ്പില വേണം അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതോടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊന്നും വെളുത്തുള്ളി ചുവന്നുള്ളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത്രയും മതി. നമ്മുടെ രസം ഇവിടെ റെഡിയാവും. ഒത്തിരി ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കല്ലേ, കുറച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ മുളകെല്ലാം കരിഞ്ഞു പോകുമേ. ഇനി നമുക്ക് ഈ കടുകെല്ലാം നമ്മുടെ രസത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കടുക് അതിനകത്തോട്ട് രസത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രസത്തിന് ഈ മല്ലിയില ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ സത്തെല്ലാം ഈ രസത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ രസത്തിനുണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. തക്കാളി സ്കിപ്പ് ചെയ്താലും മല്ലിയില സ്കിപ്പ് ചെയ്യാതെ ഇതിനകത്തിടണം. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.